ചെയ്യണം? വികസിപ്പിക്കണം, ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വന്നതെന്ന് നമ്മൾ തിരിച്ചറിയാത്തോടത്തോളം കാലം അവിവേകം കൊണ്ട് മനുഷ്യൻ ജീവിക്കും. ആ അവിവേകം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നാളെ അവന് തന്നെ തിരിച്ചനുഭവിക്കേണ്ടി വരും. അവൻ അറിയുന്നില്ല എന്താ ഏതാന്നുള്ളത്. അതുകൊണ്ട് പറയുന്നു, അത്രേ ഉദാഹൃത പൂർവം ഇതിഹാസ സുരക്ഷിണ പ്രീത്യാ മഹാകൃതോ രാജൻ പൃച്ഛതേ ജാതശത്രവേ ദൃഷ്ട്വാ മഹദാത്ഭുതം രാജസൂയേ മഹാകൃതോ വാസുദേവേ ഭഗവതി സായുജ്യം ഭൂഭുജാം. അങ്ങക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങക്കൊരു ഇതിഹാസം, ഒരു പഴയ കഥ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഇത് പണ്ട് എവിടെ നടന്നാണ്? നിങ്ങളുടെയൊക്കെ മുത്തശ്ശൻ്റെ മഹാക്രതു രാജസൂയ യാഗത്തിൽ വെച്ച് നടന്നതാണ്. അവിടെ ഒരു സംഭവമുണ്ടായി. വാസുദേവേ ഭഗവതി സായുജ്യം ചേതി രാജാവിന് ഭഗവാൻ വാസുദേവനിലേക്ക് അദ്ദേഹത്തിന് മനസ്സ് ചേർക്കാൻ സാധിച്ചു. അതെങ്ങനെ സാധിച്ചത്? അതെനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ അത് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പപ്രച്ച വിസ്മിതമന മുനിന ശൃണ്ണതാമിതം. ശ്രീശുഖബ്രഹ്മർഷി പറയുന്നു, ഇത് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കഥ. അഹോ അത്യത്ഭുതം ഹേതൽ ദുർലഭൈകാന്തിനാമഭി വാസുദേവേ പരേ തത്വേ പ്രാപ്തിച്ചൈതസ്യ വിദ്ദിഷ. ഈ കഥ പരീക്ഷിത്ത് മഹാരാജാവ് കേട്ടിട്ടുണ്ട്. ഏതാണ് ആ കഥ? രാജസൂയ യാഗം നടക്കുന്നു ധർമ്മപുത്രൻ്റെ. അവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിശുപാലൻ എന്ന് പറയുന്ന ചേതി രാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്നു. ആ അപമാനിക്കുന്നത് മുഴുവൻ കേട്ടിട്ട് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ അവൻ്റെ ശിരസ്സറുത്തപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഭഗവാനിൽ വന്ന് ചേരുന്നത് നാരദ മഹർഷി ധർമ്മപുത്രർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചോദിക്കുകയാണ്, ഇതാ വളരെ അത്ഭുതമായിരിക്കുന്നു. കാരണം എത്രയോ ആളുകൾ ഭഗവാനെ ഏകാന്തഭജനം നടത്തിയിട്ടും കിട്ടാത്ത ഗതിയാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? ഈ ശിശുപാലന് കിട്ടിയിരിക്കുന്നത്. അന്ന് ധർമ്മപുത്രർക്ക് പറയേണ്ടി വന്നു, അഹോ അനന്തകാരുണ്യം കൃഷ്ണസ്യ മഹാത്മന. ഇത്രയൊക്കെ കൃഷ്ണന് കാരുണ്യമുണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇതൊന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഏതൽ വേദിതമിച്ചാമ സർവയേവ വയം മുനേ ഭഗവൽ നിന്ദയാ വേനോ ജിതേ തമസി പാർത്ഥിത ദമഘോഷസുത പാപ ആരഭ്യ കളഭാഷണൽ സംപ്രഥ്യമർഷി ഗോവിന്ദേ ദന്തവക്ത്രച്ച ദുർമതി. ഭഗവാനെ അപമാനിച്ചിട്ടും എങ്ങനെ അദ്ദേഹത്തിന് ഭഗവാനിലേക്ക് മനസ്സിനെ ചേർക്കാൻ സാധിച്ചു? ഇതെനിക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭഗവാനെ അനുഭവിക്കാൻ വളരെ പ്രയാസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പണ്ട് ധർമ്മപുത്രർക്ക് നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ആ കഥയെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നാരദ മഹർഷി ധർമ്മപുത്രരോട് പറയുന്ന കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് അവതരിപ്പിക്കുന്നത്. ശ്രീ നാരദ ഉവാച നിന്ദനസ്തവൽക്കാര്യർത്ഥം കലേവരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. നിന്ദ, അതുപോലെ തന്നെ സ്തുതി, അതുപോലെ എന്താണ് സൽക്കാരം, തിരസ്കാരം, ഇതെല്ലാം അവിവേകികൾക്കാണ് വാസ്തവത്തിൽ ബാധിക്കുന്നത്. രാജൻ അവിവേകേന കൽപ്പിതം. അതുപോലെ ഹിംസ തദഭിമാനേന ദണ്ഡവാരുഷയോ യഥാ വൈശക്യമിഹ ഭൂതാനം മമാഹമിതി പാർത്ഥവ. ഹിംസ, അതുപോലെ തുടങ്ങിയിട്ടുള്ള ദണ്ഡം, പാരുഷ്യം, അടി, വേദനിക്കുക, അതുപോലെ വാക്കുകൾ കൊണ്ട് വേദനിക്കുക, വൈഷമ്യം തുടങ്ങിയതെല്ലാം ദേഹാഭിമാനികളായിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കും. എന്താ പറയുന്നത്? വളരെ ശ്രദ്ധിക്കൂ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ശിശുപാലൻ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടും ആ ഭഗവാനെ അതൊന്നും ബാധിച്ചില്ല. അപ്പോൾ ഒരു വശത്ത് ഭഗവാൻ ഇതൊന്നും ബാധിക്കാതിരിക്കുന്നതിന് കാരണം ഭഗവാന്റെ മനസ്സ് അവൻ പറഞ്ഞ വാക്കുകളിലേക്ക് ഒരിക്കലും ഒട്ടിപ്പിടിക്കാൻ ആര് സമ്മതിച്ചില്ല? ഭഗവാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ട് സമ്മതിച്ചില്ല? ഭഗവാൻ ആ വ്യക്തിയല്ല നോക്കിയത്. ഭഗവാൻ അവനും ഞാനും വന്നിരിക്കുന്നത് ഒരേ ശക്തിയിൽ നിന്നല്ലേ എന്നുള്ളൊരു കാരുണ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഭഗവാന്റെ ഒരു കാഴ്ചപ്പാട് അവൻ്റെ ആ ദുഷിച്ച മനസ്സിനെ പോലും ഉയർത്താൻ സഹായിച്ചു എന്ന് പറയാണ്. അപ്പം നമ്മൾ നോക്കുന്നത് എപ്പോഴും ഉണ്ടല്ലോ വ്യക്തികളിലേക്കാണ്. നമ്മൾ ആരിലേക്ക് നോക്കാൻ പഠിക്കുന്നില്ല? ഭഗവാൻ നോക്കിയതുപോലുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്നില്ല. ഭഗവാൻ വ്യക്തിയിലേക്കല്ല നോക്കിയത്. ഭഗവാൻ നോക്കിയത് അവൻ്റെ വ്യക്തിയിലിരിക്കുന്ന തത്വത്തിലേക്കാണ് നോക്കിയത്. നമ്മൾ തത്വത്തിലേക്കല്ല നോക്കുന്നത്, വ്യക്തിയിലേക്കാണ് നോക്കുന്നത്. നമ്മൾ നോക്കൂ, ഓരോ ജീവിതത്തിൻ്റെ ഒരു അനുഭവം നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ ശ്വസിക്കുന്ന വായു ഒന്നാണ്, കുടിക്കുന്ന വെള്ളം ഒന്ന് തന്നെയാണ്, ഇരിക്കുന്ന ഭൂമിയും ഒന്നാണ്. നമ്മൾ എവിടെയെങ്കിലും വ്യത്യസ്തരാണോ? ആണോ?
എന്നാൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് വ്യത്യസ്തരായിക്കൂടെ? ഒരേ സ്ഥലത്തിരുന്നാലും നമുക്ക് ചിന്ത കൊണ്ട് ഉറപ്പിച്ചുകൂടെ ഇവൻ ദ്രോഹിയാണ്? ഉറപ്പിച്ചുകൂടെ? ഈവൻ നമ്മൾ ട്രെയിനിൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ, തൊട്ടടുത്തിരിക്കുന്ന ആളും മിണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രത്യേകിച്ച് ത്രീ ടയർ എ സിയിലൊക്കെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ, ഒരാളോട് മിണ്ടില്ല. അങ്ങനെ എന്താണ് മൗനവ്രതം എടുത്തു വന്നിരിക്കുന്നത് പോലെ പരസ്പരം ഇടപഴകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. നോക്കൂ, ശരിയല്ലേ പറയണത്? അപ്പോൾ ഇപ്രകാരം മനുഷ്യ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അടുപ്പിക്കാനും സാധിക്കും, അകറ്റാനും സാധിക്കും. എല്ലാ തരത്തിലുമുള്ള വികാര വിചാരങ്ങളും ആത്മാവിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലല്ല, ആത്മാവിലല്ല, ഇതെല്ലാം ഉള്ളത് മനസ്സിലാണ്. നമ്മൾ ഉറപ്പിച്ചുകൊള്ളണം. അപ്പം മനസ്സ് കേടുവരുത്താനും നമുക്ക് സാധിക്കും, മനസ്സ് നന്നാക്കിയെടുക്കാനും സാധിക്കും. അതുകൊണ്ട് യന്നിബദ്ധോഭിമാനോയം തദ്വദാൽ പ്രാണിനാം വദ തദാന്നയസ്യ കൈവല്യാൽ അഭിമാനോഖിലാത്മനാം പരമസ്യ ദമർത്തുഹി ഹിംസാകേനാസ്യ കൽപ്പതേ. അഭിമാനികളായിട്ടുള്ള ആളുകൾ അവർ പ്രാണികളെ വധിച്ചുകൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട്, അവർ വിഷമങ്ങൾ കൊടുത്തുകൊണ്ട്, അപ്രകാരമൊക്കെ ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ അസ്വാസ്ഥ്യങ്ങൾ ഒരു വശത്ത് അനുഭവിക്കുന്നു, വേറൊരു വശത്ത് നന്മ ചെയ്തുകൊണ്ട് മനസ്സിനെ ചിലർ ഉയർത്തുന്നു. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ തസ്മാൽ വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാൽ കാമേന വായുഞ്ചാൽ കഥഞ്ചിൻ യക്ഷതേ പ്രതൽ. തസ്മാൽ വൈരാനുബന്ധേന, വൈരബന്ധം കൊണ്ട്, നിർവൈരേണ വൈരമില്ലാതെ, ഭയേന സ്നേഹായന, കാമേന ഏതെങ്കിലും വിധത്തിൽ ആരോട് യോജിപ്പിക്കാൻ സാധിക്കും? ഭഗവാനോട് മനസ്സിനെ യോജിപ്പിക്കാൻ സാധിക്കുന്നു. അതെങ്ങനെയാ വൈരബന്ധം കൊണ്ട് മനസ്സിനെ ഭഗവാനുമായി യോജിപ്പിക്കാൻ സാധിക്കുക? അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ശിശുപാലൻ. അവന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയമായാൽ നദാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി. അത്ര വ്യക്തമായിട്ടാണ് നാരദ മഹർഷി പറയുന്നത്. ഭക്തിയോഗം കൊണ്ട് മനസ്സടുക്കുന്നതിനേക്കാൾ ശക്തമാണത്രേ വൈരബന്ധം കൊണ്ട് ഭഗവാനോട് മനസ്സടുക്കുക എന്ന് വെച്ചാൽ, ഭഗവാനെ ചീത്ത പറഞ്ഞിട്ട് ആരും പ്രാക്ടീസ് ചെയ്യരുതേ. ദേഷ്യപ്പെട്ടുകൊണ്ട്, ഭഗവാനോട് ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ മനസ്സ് ഭഗവാനിലേക്ക് അടുപ്പിക്കാമെന്നാണ്. അതെങ്ങനെയാണത്? അതിനൊരു ഉദാഹരണം പറയണം. കീടപേശസ്കൃതാരുദ്ധ കുട്ട്യായം തമനുസ്മരൻ സംരംഭപയോഗേന വിന്ദതേ തൽസ്വരൂപതം. ഈ കഥ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. വേട്ടാളൻ, കാട്ടാളൻ്റെ ചേട്ടനാണ് വേട്ടാളൻ. ഇവൻ പോയിട്ട് തനിക്ക് കുട്ടികളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഒരു പൂമ്പാറ്റയുടെ പുഴുവിനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. എന്നിട്ട് ചുറ്റും മണ്ണ് കൊണ്ടൊരു കൂടുണ്ടാക്കിയിട്ട് ചെറിയൊരു സുഷിരം വയ്ക്കും. ആ ഉള്ളിലിരിക്കുന്ന പുഴുവെങ്ങാനും പുറത്തേക്ക് വരാൻ നേരത്ത് ടക്ക് ഒരു കുത്ത്, അല്ലെങ്കിൽ ഒരു ഊതല്. ആ വേദന കൊണ്ട് ഇവർ ഉള്ളോട്ട് വലിയും. ഈ വേട്ടാളനെ നോക്കി 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 ഒരു ദിവസം പുഴു വേട്ടാളന ഭയം കൊണ്ടാണ് നോക്കുന്നത്. അപ്രകാരം ഭയം കൊണ്ട് പുഴു നോക്കി 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 ഒരു വേട്ടാളനായി തീരുന്നത് പോലെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാം? നമ്മുടെ മനസ്സിനൊരു പ്രത്യേകത ഉള്ളത്, അതിന് ഭഗവാനിലേക്ക് തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് എവിടെ എത്തിച്ചേരാം? ഭഗവാനിലേക്ക് എത്തിച്ചേരാം. വൈരാനുബന്ധം കൊണ്ട് സാധിക്കും, ഭക്തിയോഗം കൊണ്ട് സാധിക്കും. എന്നാൽ വൈരാനുബന്ധം കൊണ്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ആ ദേഷ്യം ഉള്ളിൽ കൂടുന്തോറും കൂടുതൽ അയാളോടുള്ള അടുപ്പം കൂടി വരും. ഈ ദേഷ്യത്തിനൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അത് സ്നേഹമുള്ളവരെക്കാൾ കൂടുതൽ നമ്മൾ സ്മരിക്കുക ആരെയിരിക്കും? എനിക്ക് ചിരിക്കുമ്പോഴേ മനസ്സിലായി അത് തന്നെയാണ് സത്യം. അങ്ങനെയാണത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കല്യാണത്തിന് പോകണം, ഒരു വീട്ടിൽ കല്യാണത്തിന് പോകണം. നിങ്ങൾ നല്ല ചമഞ്ഞൊരുങ്ങി അങ്ങോട്ട് കല്യാണത്തിന് പോകണം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങളോട് വളരെ ഒരു ലോകിയില്ലാത്ത, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരാൾ ആ കല്യാണത്തിന് വരുന്നുണ്ട് എന്ന്. അവരുടെയും കൂടി ബന്ധുവാണ്. നിങ്ങൾ പുറപ്പെട്ടതിന് ശേഷമാണ് അറിയുന്നത്. പിന്നീട് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആരെക്കുറിച്ചായിരിക്കും ചിന്തിക്കേണ്ടത്? അവിടുത്തെ വരനെക്കുറിച്ചാണോ, വധുവിനെക്കുറിച്ചാണോ, ബന്ധുക്കളെക്കുറിച്ചാണോ ആയിരിക്കുമോ? നിങ്ങൾ ആ കല്യാണ വീട്ടിലെത്തിയാൽ ആദ്യം നോക്കുന്നത് ആരെയായിരിക്കും? എന്തൊരനുഭവമല്ലേ സ്വാമി പറയണത്? ആരെയായിരിക്കും നോക്കുക? അവർ വന്നിട്ടുണ്ടോ നോക്കും. അവരെവിടെ എങ്ങാനും ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി തോന്നുമോ? നോക്കൂ. അപ്പം കൂടുതൽ നമ്മുടെ മനസ്സാരെയും ഓർക്കുക?
ഇഷ്ടമുള്ളവരെയാണോ ഇഷ്ടമില്ലാത്തവരെയാണോ? അതാണ് മനസ്സിൻ്റെ പ്രത്യേകത. അപ്പം ഭഗവാനിലേക്ക് മനസ്സ് ചേർക്കാനുള്ള എളുപ്പ വഴി എന്താണ്? ഭഗവാനോടൊരു വൈരബന്ധം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എളുപ്പം ആരിലേക്ക് മനസ്സിനെത്തിക്കാം? ഭഗവാനിലേക്ക് മനസ്സിനെത്തിക്കാം. അതുകൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ മനസ്സങ്ങോട്ട് ഭഗവാനിലേക്ക് എത്താത്തത്. ഇഷ്ടം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇഷ്ടമുള്ളപ്പോഴും ഭഗവാനോട് മനസ്സെത്താത്തതിന് കാരണം മനസ്സിൽ വേറെ വിചാരങ്ങളാണ്. എന്നാൽ ഇവർക്ക് സാധിക്കണോ പറയാണ്. അതുകൊണ്ടായിരിക്കും നമ്മളെക്കാളൊക്കെ ഫാസ്റ്റാണ് അസുരന്മാർ ഭഗവാനിലേക്ക് എത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് കാമാൽ ദ്വേഷാൽ ഭയാൽ സ്നേഹാൽ യഥാ ഭക്തീശ്വരേ മന ആവേശതം കിത്വാ ഭഗവസ്തദ്ഗതിം ഗതാ. കാമാൽ ദ്വേഷാൽ ഭയാൽ സ്നേഹാൽ ഭക്തി ഈശ്വരേ, ഇപ്രകാരമൊക്കെ അകം ഹിത്വ ഭഗവത് തദ്ഗതിം ഗത. പലരും ഭഗവാന്റെ ഗതിയെ പ്രാപിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ഗോപ്യക്കാമാൽ ഭയാൽ കംസ ദ്വേഷാൽ ചൈത്യാദയോ നൃപാം സംബന്ധാൽ വിഷ്ണയ സ്നേഹൽ യൂയം ഭക്തിയാ വയം വിഭോ. ഗോപ്യക്കാമാൽ, കാമം കൊണ്ട് നേടിയത് ഗോപികളാണ്. കംസോ ഭയാൽ, ഭയം കൊണ്ട് കംസൻ. ദ്വേഷാൽ, ദ്വേഷം കൊണ്ട് ചൈദ്യൻ, ചൈദ്യൻ എന്ന് പറഞ്ഞാൽ ശിശുപാലൻ, അയാൾ അങ്ങനെയാണ് നേടിയത്. സംബന്ധാൽ വൃഷ്ണയ, വൃഷ്ണികൾ ഭഗവാന്റെ വംശക്കാര് ചാർച്ച കൊണ്ട് നേടി ഭഗവാനെ. സ്നേഹാൽ യൂയം, പാണ്ഡവരെ നിങ്ങൾ നേടിയിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. ഭക്തിയാ വയം, നാരദ മഹർഷി പറയുന്നു, ഞങ്ങളെല്ലാം ഭക്തി കൊണ്ട് നേടുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു വികാരത്തിലൂടെ ആരിലേക്ക് എത്താം? ഭഗവാനിലേക്ക്. അതാണ് ഭാരതത്തിൻ്റെ ഒരു മഹത്വം. ഒരു വികാരവും തെറ്റല്ല, ഒന്നും ചീത്തയല്ല. അതുകൊണ്ട് ഇന്ന ആൾ മോശം അങ്ങനെയൊന്നുമില്ല ഭാരതത്തിന്. ഒരാളെയും നമ്മൾ താഴ്ത്തരുതെന്നാണ്. അവരിലേക്ക് എന്താ കൊടുക്കേണ്ടത്? അവരുടെ ഉള്ളിൽ ഏത് വികാരം ഉണ്ടായിക്കോട്ടെ, അവരെ ഒന്ന് ആരിലേക്ക് തിരിച്ചാൽ മതി? ഭഗവാനിലേക്ക് തിരിച്ചാൽ മതി. അതിലൂടെ അവരുടെ മനസ്സ് പരിവർത്തനം വന്ന് അവർ ക്രമേണ ആരിലേക്ക് എത്തിക്കൊള്ളും? ഭഗവാനിലേക്ക്. എത്രയോ വൃത്തികെട്ട ഓടവെള്ളവും കടലിലേക്ക് ചെന്നാൽ അതിനും ശുദ്ധീകരണം വന്നു. നല്ല വെള്ളവും കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനും ഒരേപോലുള്ള അവസ്ഥയാണ് വരുന്നത്. ആണോ അല്ലയോ? അപ്പം എല്ലാം കടലിനെ ലക്ഷ്യമാക്കി ഒഴുകിക്കഴിഞ്ഞാൽ നല്ലതും ചീത്തതും എല്ലാം ഒന്നാവുന്നത് പോലെ എല്ലാ മനസ്സുകളും ഭഗവാനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സുകളെല്ലാം പരിശുദ്ധീകരണം വന്ന് ആരിലേക്ക് എത്തിക്കൊള്ളും? ഭഗവാനിലേക്ക് എത്തിക്കൊള്ളും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ലക്ഷ്യത്തിനാണ്. ഏത് മാർഗത്തിലൂടെ അവർ വരട്ടെ. കാമമുള്ളവനെ സംബന്ധിച്ച് ധ്യാനിക്കാനോ മറ്റോ പ്രയാസമാണ്, അവർക്ക് സങ്കീർത്തനത്തിലൂടെ സാധിക്കും. ദ്വേഷമുള്ളവനെ സംബന്ധിച്ച് അവർക്കുണ്ടല്ലോ അവരുടെ മനസ്സിനെ ഉയർത്താൻ കർമ്മങ്ങളിലൂടെ സാധിക്കും. ഭക്തിയുള്ളവർക്ക് പൂജകളിലൂടെ സാധിക്കും, ചിലവർക്ക് ധ്യാനത്തിലൂടെ സാധിക്കും. ഏത് പ്രക്രിയ ആയിക്കോട്ടെ, ഏതിനൊക്കെ സ്ഥാനം കൊടുക്കണം? ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്നാൽ ലക്ഷ്യം എന്ന് പറയുന്നതോ നമ്മളിൽ നിന്ന് വേറെയുമല്ല. ആണോ? മനസ്സ് ലക്ഷ്യം കാണേണ്ടത് പുറത്തല്ല. എവിടെയാണ് ലക്ഷ്യം? മനസ്സ് ലക്ഷ്യം അന്വേഷിക്കുന്നിടത്ത് തന്നെയാണ് മനസ്സിൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുകയാണ്. അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ പറയുന്നതൊക്കെ നമുക്കും കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നാരദ മഹർഷി പറയുന്നു, അങ്ങക്ക് ഈ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി കഥാരൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് ആ കഥ? മൂന്നാമത്തെ സ്കന്ധത്തിൽ നമ്മളൊരു കഥ കണ്ടു. അതിൻ്റെ ആവർത്തനം ഇവിടെ പറയുകയാണ്. ഏകദാ ബ്രഹ്മണപുത്ര വിഷ്ണോർലോകം യദൃച്ഛയാ സനന്ദാനന്ദാദയോ ജഗ്മോ ചരന്തോ ഭുവനത്രയം. ഓർമ്മയുണ്ടോ ഈ കഥ? ഏതാണ് ആ കഥ? ഒരിക്കൽ സനൽകുമാരാദി മഹർഷിമാര് ഒരിക്കൽ ഭഗവാനെ കാണാൻ വേണ്ടി ചെന്നൊരു കഥ പണ്ട് പറഞ്ഞുവല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. എന്നിട്ടോ പഞ്ചഷഡ്ഡായനാർഭാവ പൂർവേഷാമഭിപൂർവജ ദിഗ്വാസസാശിഷന്മത്വ ദാസ്തോധൻ പ്രത്യഷേധത. ഈ സനൽകുമാരാദി മഹർഷിമാരെ കണ്ടാൽ 5 or 6 വയസ്സ് പ്രായം തോന്നിക്കുന്നവര് ആ വസ്ത്രങ്ങളില്ലാതെ വന്നപ്പോൾ അങ്ങോട്ട് കടക്കുന്ന നേരത്ത് ഭഗവാന്റെ പാർഷദന്മാരായ 2 പേര് അവരെ അങ്ങോട്ട് തടഞ്ഞു വെച്ചു. എന്നിട്ടോ അശപൻ കുപിത ഏവം യുവാം വാസന്നചാർഹത രജസ്തമോഭ്യം രഹിതേ പാദമൂലേ മധുദ്ദിശ പാപിഷ്ട മാസുരിം യോനിം ബാലിശോ യാതമാശ്വത. ഞങ്ങളെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയും അർഹതയും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപിഷ്ട മാസുരിം യോനിം, ആസുരി യോനിയിൽ പോയി ജനിക്കട്ടെ. രജസ്തമോഭ്യം, അവരുടെ യോനിയുടെ പ്രത്യേകത എന്താണ്?
രജസ്സും തമസ്സും ഏത് ഗുണമില്ല? സത്വഗുണം കുറവാണ്. അങ്ങനെയുള്ള യോനിയിൽ പോയി ജനിക്കട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. അങ്ങനെ അവർ ശപിച്ചപ്പോൾ അവരുടെ ശാപത്തിലൂടെ പ്രകടമായി ജ്ഞാതേത്വേ ദ്വിതേ പുത്രോ ദൈത്യദാനവവന്ദിത ഹിരണ്യകശിപുർജ്യേഷ്ഠോ ഹിരണ്യാക്ഷോ നിജസ്തദാ. അങ്ങനെ രണ്ടുപേര് ആ ദിതിയുടെ ഗർഭത്തിൽ നിന്നും പ്രകടമായി. അവരാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. കഥകളൊക്കെ ഓർമ്മിക്കുന്നുണ്ടല്ലോ. അതിൽ ഹിരണ്യാക്ഷനെ ഭഗവാൻ എന്ത് ചെയ്തു? ഹതോ ഹിരണ്യകശിപുർഹരിണാ സിംഹരൂപിണ ഹിരണ്യാക്ഷോധരോദ്ധാരേ ബിഭ്രതാ സൗകരം വപു. ഒരാളെ ഭഗവാൻ വരാഹരൂപമെടുത്ത് വധിച്ചു. മറ്റൊരാളെ ഇനി വധിക്കാൻ പോകുന്നു നരസിംഹരൂപം എടുത്തുകൊണ്ട്. ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവപ്രിയം ജിഹാംസുരകരൊന്നാന യാതനാ മൃത്യുഹേതവേ. ഈ ഹിരണ്യകശിപുവിൻ്റെ മരണത്തിന് കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പുത്രനാണ്. എങ്ങനെയുള്ള പുത്രൻ? സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം ഭഗവൽ തേജസാ സ്പഷ്ടം നാശക്നോൽ ഹന്തുമുദ്യമേ. ആ കുട്ടിയുടെ ഉള്ളിലുള്ള സംസ്കാരത്തെ വേദവ്യാസ മഹർഷി സ്പഷ്ടമാക്കി തരികയാണ്. സർവഭൂത ആത്മഭൂതം, എല്ലാവരുടെ ഉള്ളിലും വസിക്കുന്ന ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലും വസിക്കുന്നതെന്ന് കുട്ടിക്ക് നല്ലവണ്ണം ബോധ്യം വന്നിരിക്കണം. മനസ്സിലാണെങ്കിലോ പ്രശാന്തം, മനസ്സ് നല്ലവണ്ണം പ്രശാന്തമാണ്. സമദർശനം, ഏതനുഭവങ്ങളെയും സമബുദ്ധിയോടുകൂടി നേടാൻ സാധിക്കുന്ന. തേജസാ സ്പഷ്ടം, തൻ്റെ കൂടെ ഭഗവാനുണ്ടെന്ന് സ്പഷ്ടമാണ്, വ്യക്തമാണ്, സംശയമില്ല. അപ്രകാരമുള്ള കുട്ടിയെ നശിപ്പിക്കാൻ അച്ഛന് സാധിച്ചില്ല, അച്ഛന് കൊല്ലാൻ സാധിച്ചില്ല. പക്ഷേ ഈ കുഞ്ഞിലൂടെ ആർക്ക് മരണം സംഭവിച്ചു? അച്ഛന്. നോക്കണേ, ഒരാൾ ചക്രവർത്തിയാണ്. രാജ്യത്തിൻ്റെ, സമ്പത്തിൻ്റെ, പട്ടാളത്തിൻ്റെ, ആയുധത്തിൻ്റെ, കായബലത്തിൻ്റെ, കഴിവിൻ്റെ, വരത്തിൻ്റെ എല്ലാ ശക്തികളും കൂടെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് നാശം വന്നു. ഈ കുട്ടിക്കാണെങ്കിലോ ശരീരബലമില്ല, സാമ്രാജ്യ ശക്തികളില്ല, തന്നെ സംരക്ഷിക്കാനുള്ള ആളുകളില്ല. ഉണ്ടോ? ആരുമില്ലാതിരുന്നിട്ടും ആ കുട്ടിയെ നശിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ്. അപ്പോൾ ഒരാൾക്ക് എല്ലാം ഉണ്ടായിട്ടും നാശം വന്നു, മറ്റൊരാൾക്ക് ഒന്നുമില്ലാതിരുന്നിട്ടും നാശം വന്നില്ല എന്ന്. ഭാരതീയ സംസ്കാരം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചുമരുകൾക്കുള്ളിൽ ഒരു വാതിൽ വെച്ചിട്ടുള്ള ഒരു സംരക്ഷണമല്ല നമ്മളോട് പറയുന്നത്. വീട് ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്നിരിക്കുന്ന സമയത്ത് ക്രൂരമായ മൃഗങ്ങൾ ഓടി നടക്കുമ്പോഴും അവിടെ മനസ്സിന് ധൈര്യവും സമാധാനവും കണ്ടെത്താൻ സാധിച്ച ഒരു മഹാത്മാക്കളുടെ സംസ്കാരമാണ് നമുക്കുള്ളത്. എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് ഇതെല്ലാം മക്കൾക്ക് എഴുതി കൊടുത്തുകൊണ്ട് മരവരി ഉടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു സുരക്ഷിതമില്ലാത്ത കാട്ടിലേക്കാണ് അവർ പോയത്. ആണോ അല്ലയോ? അവിടെ അവരുടെ മനസ്സിന് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിന് ഭാര്യയും മക്കളുണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? അവരുടെ മനസ്സിന് വലിയ ധൈര്യം കിട്ടി. എവിടുന്ന് കിട്ടിയത്? കൂടെ ഭാര്യയുണ്ട് എന്നുള്ളതാണോ? കൂടെ മക്കളുണ്ട് എന്നുള്ളതാണോ? കൂടെ സമ്പത്തുണ്ട് എന്നുള്ളതാണോ? ആണോ അല്ലയോ? കൂടെ എപ്പോഴും ഭഗവാനുണ്ട് എന്നുള്ളതാണ്. ഈ ധൈര്യത്തിലായിരുന്നു അവർ ജീവിച്ചത്. ഇന്ന് നമ്മൾ അവിടേക്കൊക്കെ എത്താൻ കുറേ ദൂരം പോകേണ്ടതില്ലേ? ചുമരുകൾക്കുള്ളിൽ ഒരു വാതിൽ വെച്ചുകൊണ്ട് അടയ്ക്കുമ്പോഴ സമയത്താണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ സുരക്ഷിതരാണ് എന്നുള്ളത്. നല്ല സുരക്ഷിതത്വവും. ഇവിടെയാണെങ്കിലോ വാതിൽ തന്നെ കട്ടുകൊണ്ടുപോകാനുള്ള കഴിവുള്ള ആളുകളാണ് ഈ ലോകത്തിലുള്ളത്. ചുമര് വരെ തുറക്കാൻ കഴിവുള്ളവർ. ഒരു വീട്ടിൽ കള്ളൻ കയറി. ഇപ്പം കള്ളൻ കയറിയപ്പോൾ ആദ്യത്തെ റൂമിലേക്ക് കയറിയ സമയത്ത് അവിടെ ഒരാൾ കിടന്നുറങ്ങണം. തട്ടി ഉണർത്തി, കത്തി കാണിച്ചു, മിണ്ടിപ്പോവരുതെന്ന് പറഞ്ഞു. മിണ്ടിയിട്ടും കാര്യമൊന്നുമില്ല എന്ന് വളരെ കൂളായിട്ടാണ് അയാൾ പറയുന്നത്. സ്വർണവും പണവും എവിടെ വെച്ചൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞോന്നുള്ളൂ. അപ്പം അയാൾ പറയണ, ഇത് തന്നെയാണ് ഞാനിവിടെ കിടക്കാനുള്ള കാരണം. ഞാൻ ഇതേ കാര്യം എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പം അവൾ എന്നെ ഈ റൂമിലിട്ട് പൂട്ടി. ഇനി മറ്റേ റൂമിലേക്ക് അങ്ങോട്ട് കടക്കാൻ 4 പൂട്ടിട്ടാണ് അവൾ പൂട്ടിയിരിക്കണതേ. എവിടെയാണ് സ്വർണവും ആഭരണവും വെച്ചെന്ന് മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യൂ, ആ വാതിലൊന്ന് പൊളിച്ചിട്ട് ഒന്ന് അവളോട് ചോദിക്കും, പകുതി എനിക്ക് താന്ന്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി കിടക്കുകയാണ് പണത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട്. ഇതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. നാം എത്രയൊക്കെ സംരക്ഷണം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ സംരക്ഷണത്തിനെ തകർക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. അതുകൊണ്ട് ഈ പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി നമുക്ക് കാണിച്ചു തരുന്നു, വേറൊരു സംസ്കാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. മറ്റൊന്നിനെയും ആശ്രയിക്കാത്തൊരു സംസ്കാരവും നമുക്ക് കൈവരിക്കാൻ കഴിവുണ്ട്. അങ്ങനെ അവർ ആ ഹിരണ്യകശിപു
അയാളുടെ നാശത്തിലേക്ക് ഇടവന്ന ആ കഥ വിസ്തരിച്ചു കൊടുക്കാണ്. നാരദ ഉവാചാം ഭ്രാതര്യേവം വിനിഹതേ ഹിരണ്യാക്രോഡമൂർത്തിന ഹിരണ്യകശിപുരാജൻ പര്യതപ്പൽ ഋഷാശുചാം. തൻ്റെ സഹോദരൻ വരാഹമൂർത്തിയുടെ കൈകൊണ്ട് മരിക്കപ്പെട്ടപ്പോൾ അങ്ങേയറ്റത്തെ ക്രോധം വന്ന ആ ഹിരണ്യകശിപു കണ്ണു ചുകപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയാണ്, ആഹചേതം ഋഷാഘൂർണ സന്ദഷ്ടശ്ചതനശ്ചതാം കോപാജ്വലഭ്യം ചക്ഷുഭ്യം നീക്ഷൻ ധൂമ്രമംഭരം. കണ്ണുകളൊക്കെ ചുവന്ന് പല്ലുകൾ കടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, ഭോ ഭോ ധാനവദ്ധൈതേയ വിമൂർധം ദൃക്ഷശംബര ശതബാഹോ ഹയഗ്രീവ നമൂജേ പാവ ഇല്ലലാം സഭക്തൈഘാതിതക്ഷുദ്രേ ഭ്രാതാമേ ദൈതസുഖ പാർശ്വഗ്രാഹേണ ഹരിണ സമേനാപ്യുപ ധാവനേ. എൻ്റെ സഹോദരനെ കൊന്ന ആ വിഷ്ണുവിനെ ഞാൻ വെറുതെ വിടില്ല. ഏ അസുരന്മാരെ നിങ്ങൾ കേട്ടുകൊള്ളൂ. എങ്ങനെയുള്ള വിഷ്ണുവാണ്? സമേന ഹരിണ. എല്ലാവരും പറയണു ഹരി എല്ലാവർക്കും സമനാണെന്ന്. പക്ഷെ ഹരി ഇന്ദ്രനെ പ്രീതി ചെയ്തുകൊണ്ട് എൻ്റെ സഹോദരനെ വധിച്ചിരിക്കുകയാണ്, ഹിരണ്യാക്ഷനെ വധിച്ചിരിക്കുകയാണ്. ആ ഹരി ഉണ്ടല്ലോ, തെക്ത തസ്യ തെക്ത സ്വഭാവസ്യ ഗണേമായാവനൗകസ ഭജന്തം ഭജമാനസ്യ ബാലസ്യേവാ സ്ഥിരാത്മന. തെക്ത സ്വഭാവം. ഇവിടെ ഹിരണ്യകശിപു പറയുന്നത് ഭഗവാൻ സ്വഭാവം വിട്ടിരിക്കണമെന്ന്. ഏതാ ഭഗവാന്റെ സ്വഭാവം? ഭഗവാന്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരിലും ഒരുപോലെ എന്ന സ്വഭാവം വിട്ടിട്ട് ഇന്ദ്രനോടൊരു അടുപ്പവും പ്രത്യേകതയും അസുരന്മാരോടൊരു എന്താണ് ഒരു അകൽച്ചയും അല്ലെങ്കിൽ ഒരു വിദ്വേഷവും ഭഗവാൻ വച്ചിരിക്കണമെന്ന്. വളരെ ശ്രദ്ധിക്കണ ഈ പ്രയോഗങ്ങളൊക്കെ ഭഗവാൻ